ഇന്ന് ഫെബ്രുവരി 16, 2026. കഴിഞ്ഞ വർഷം ഇതേ സമയം എൻ്റെ നിക്കാഹ് നടന്ന ദിവസമാണിത്. ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ്. വിഷമമുണ്ട്, ബിക്കോസ് എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവൾക്കെല്ലാം അറിയായിരുന്നു. അപ്പം ആരെ ആ ലോകത്ത് വിശ്വസിക്കാന്ന് തോന്നിപ്പോയി. ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. നിങ്ങൾക്ക് ഇയാൾ ഓർമ്മയില്ലേ? മെഹ്നു എന്ന മെഹനാസ്. ഇവൻ്റെ ഭാര്യ സഫ ഒളിച്ചോടിപ്പോയി, വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അത് ഇവർ ഉണ്ടാക്കുന്ന ഡ്രാമയാണോ അതോ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടോ? ഏതായാലും മെഹനാസ് പറഞ്ഞ കാര്യം, വാലന്റൈൻസ് ഡേക്ക് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത? വാലന്റൈൻസ് ഡേ അല്ലേ? എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. ഗൈസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒരു ചാനൽ കണ്ടാൽ അറിയാതെ പറഞ്ഞു. അതുപോലും സ്വന്തം ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയത് പോലും ഇവൻ ഉണ്ടാക്കണത് ഇവൻ്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പണ്ട് റിഫ മരണപ്പെട്ട സമയത്ത് ഇവൻ സ്റ്റോറി ഇട്ടതും ഇങ്ങനെ തന്നെയാണ്. ഇതിനെന്തോ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും സത്യത്തിൽ ഇങ്ങനെ സഫ എന്ന് പേരുള്ള ഇവൻ്റെ ഭാര്യ പോയിട്ടുണ്ടോ? ഇവൻ്റെ ഭാര്യ പറയണത് ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവൻ പറയണത് ഇവൻ്റെ ഭാര്യ പോയിട്ടുണ്ട്. ഈ ഫസ്മിന എന്ന് പേരുള്ള മറ്റൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്, അത് വേറൊരു കഥയാണ്. അതിൻ്റെ ഒരു ലല്ലൂബി എന്ന് പേരുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഈ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അത്ര ആര് പോയിട്ടുള്ളത്? ഈ മെഹനാസിൻ്റെ ഭാര്യയായ സഫ പോയിട്ടുള്ളത്. സഫ പറയുന്നത് ഞാനങ്ങനെ പോയിട്ടില്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിലാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. പോയി എന്ന് പറയുന്ന ലല്ലൂബിയുടെ ശരിക്കും പേര് മുഹമ്മദ് ഷബീർ അങ്ങനെ എന്തോട്ടാണ്. അയാളുടെ കൂടെയാണ് പോയി എന്ന് പറയുന്നത്. അവനെക്കുറിച്ചിട്ട് കേൾക്കുന്നത് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. ഫസ്മിന പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇന്ന് ഫെബ്രുവരി 16, 2026. കഴിഞ്ഞ വർഷം ഇതേ സമയം എൻ്റെ നിക്കാഹ് നടന്ന ദിവസമാണിത്. ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ്. അപ്പോ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ തോന്നി. ആൻഡ് ഐ ഫെൽറ്റ് റിയലി സാഡ് ഫോർ മൈസെൽഫ്. ഒരാള് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടത് ഒരു വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തു. ആൻഡ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം എൻ്റെ ഉപ്പാക്ക് അവൻ കൈ കൊടുത്തത് എൻ്റെ തലയിലോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. ആൻഡ് ഇൻഷാ അല്ലാഹ് എല്ലാം ഒരു ദിവസം ശരിയാവും. ഇതിന്റെ അപ്പുറം നമ്മൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇതാക്കും. എൻ്റെ അടുത്ത് ഓക്കെ ആണെന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാൻ ഐ എം വെരി ഫൈൻ, ബിക്കോസ് ഇതിന്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എനിക്ക് ഒന്നും അല്ലെന്നല്ല, വിഷമമുണ്ട്, ബിക്കോസ് എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവൾക്കെല്ലാം അറിയായിരുന്നു. അപ്പം ആരെ ആ ലോകത്ത് വിശ്വസിക്കാന്ന് തോന്നിപ്പോയി. ഇതാണ് മെഹനാസിൻ്റെ ഭാര്യ സഫ ഒളിച്ചോടിപ്പോയ ആളുടെ ഭാര്യ അസ്മിന പറഞ്ഞ വാക്കാണ് ഈ കാണുന്നത്. അതായത് ഒരു വർഷം മുമ്പായിരുന്നു കല്യാണം കഴിഞ്ഞിരുന്നത്. ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇവളുടെ ഭർത്താവ് ലല്ലൂബി എന്ന് പറയുന്ന ഒരാൾ സഫനെയും കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഈ സഫയും ഫസ്മിനയും നല്ല ഫ്രണ്ട്സായിരുന്നു. ഫസ്മയുടെ ലൈഫിൽ ഫസ്മിനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് തൻ്റെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് അവർക്കിടയിലുണ്ട് അതൊക്കെ കൊണ്ട് പറഞ്ഞു കൊടുക്കൽ ആർക്കാണ്? ഈ ഒരു സഫക്കാണ് പറഞ്ഞു കൊടുക്കൽ. സഫ മുമ്പ് വേറൊരാളെ ഭാര്യയും അതിലൊരു കുട്ടിയൊക്കെ കണ്ടിട്ടാ. അങ്ങനെയാണ് പിന്നീട് മെഹനാസിൻ്റെ കൂടെ പോണത്. പിന്നീട് കല്യാണമൊക്കെ ചെയ്ത് ജീവിച്ചതാ. സത്യം പറഞ്ഞാൽ ഇവരെ കഥ കേട്ടാൽ വെട്ടം സിനിമ കണ്ട പോലെയാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ആകെ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്, മറ്റാളെ ഭാര്യയാണ് ഇയാളെ ഭാര്യയാണോ, മറ്റാളെ കാമുകയാണോ ഇയാളെ കാമുകയാണോ. സത്യത്തിൽ വെട്ടം സിനിമനേക്കാൾ തലതിരിഞ്ഞ രീതിയിലാണ്. ഇവരൊക്കെയാണ് ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവരുടെ വീഡിയോസാണ് നമ്മുടെ മക്കൾ കാണുന്നത്. സബീറിനെ കുറിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളാണ്, കണ്ണി കണ്ട പെൺകുട്ടികളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്ന ഒരാളാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സഫ ഇവരെ കൂടെ പോയി. ഇതിനൊക്കെ ഒരു കാരണം ആ റിഫ എന്ന് പേരുള്ള പെൺകുട്ടിയുടെ വേദനയാണ്. ആ വേദനിച്ചിട്ട് എന്തൊക്കെയോ ദുരൂഹ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ മരണം, അതിൻ്റെ ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് കേൾക്കണേ. കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല. ഇന്നും ആ കുട്ടിയെ കാണിക്കാൻ പോലും റിഫയുടെ വീട്ടുകാർ മെഹനാസ് അനുവദിക്കലില്ല. ഇവരെന്നിട്ട് ഭയങ്കരമായിട്ട് വീഡിയോയിൽ റിഫനെ കുറ്റം പറഞ്ഞ് റിഫ അത്രക്കാരിയാണ് ഇത്തരക്കാരിയാണ്. ഇപ്പം സഫ പറയുന്ന കാര്യങ്ങളോ, തൻ്റെ ഭർത്താവായിരുന്ന മെഹനാസ് എല്ലാ പെൺകുട്ടികളുമായിട്ടും ബന്ധമുള്ള ആളാണ്. ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. ഞാൻ ഇതിലാരെയും ന്യായീകരിക്കാൻ ഞാനില്ല. പക്ഷേ ഇവരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുക. സഫ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്ക്.
ഇപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ മാനുമില്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും പറയാം, ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മാനുണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ബുക്ക് അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഈ സഫറിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ശേഷം ഒരു കാര്യം പറയാം, ഇവർ റിഫനെ പോലെ ജീവൻ എടുക്കാൻ നിന്നില്ലല്ലോ, രക്ഷപ്പെട്ടു പോണേനെയാണ് പിന്നീട് ഈ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞത്. ഈ ഒരു സത്യത്തിൽ ഈ സഫ ആരെ കൂടിയും ഒളിച്ചോടി പോയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. അവരവരെ ഫ്ലാറ്റിലുണ്ട്, അവരെ വീട്ടിലുണ്ട്. ഇതിനെയൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ കുറേ യൂട്യൂബേഴ്സും ഉണ്ട്, കുറേ വ്ളോഗേഴ്സും ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞത് നാളെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കയറൂരി വിട്ടാൽ ഒന്നുകൂടെ സഫയാവാം, അല്ലെങ്കിൽ അത് ഫസ്മിനയാവാം, ഈ രീതിയിലുള്ള ആൺകുട്ടിയാണെങ്കിലും മെഹനാസ് ആവും. ഇതാവരുത് വെച്ചിട്ട് പറഞ്ഞതാണ്. ഇത്തരം മരപ്പാഴുകളെയൊക്കെ ഇവർക്കൊക്കെ ഇനി ബിഗ് ബോസിൽ കിട്ടുക, ഇതിങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കിട്ടും. ബിഗ് ബോസിൽ കിട്ടിയാൽ പിന്നെ സ്വർഗ്ഗം ഉറപ്പല്ലേ. പിന്നെ ഇപ്പോൾ ഉദ്ഘാടനങ്ങളായി, ഫെയിമായി, കാശായി, ആദിലാനൂർ, അങ്ങനെ എത്ര ആളുകളുണ്ട്. ഈ കൊള്ളരുതാത്ത ആളുകൾക്ക് പറ്റാവുന്നൊരു സെപ്റ്റിക് ടാങ്കാണ് എന്ത്, ബിഗ് ബോസ്. ആ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതായി. ഇപ്പോൾ ചിന്നപ്പാപ്പു എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള വേറൊരു താരം, ഇൻഫ്ലുവൻസർ താരം, അവർ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളായിട്ട് അതും 19 വയസ്സാകുമ്പോഴേക്ക് പ്രണയിച്ച് കല്യാണം കഴിച്ചതായിരുന്നു അവർ. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് അവർ. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ച് പോണ ഇടയ്ക്ക് ഇവർ സെപ്പറേറ്റഡ് ആയി. ആ ഭർത്താവ് വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതറിഞ്ഞിട്ട് ഇവൾ താമസിക്കുന്നത് വേറൊരുത്തൻ്റെ കൂടെ നിയമപരമായിട്ട് കല്യാണം കഴിക്കാതെ, സന്ദേശ് അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരുത്തൻ്റെ കൂടെ. എന്നിട്ട് ചിന്നപ്പാപ്പു അങ്ങോട്ട് ജീവൻ ഒടുക്കി. അതറിഞ്ഞിട്ട് ഇന്നലെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അവളുടെ പാർട്ണറും എന്തായി കൂടെ താമസിക്കുന്നത്, പാർട്ണർ എന്ന് പറയാൻ പറ്റൂല, കാരണം നിയമപരമായിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവനും ജീവൻ ഒടുക്കി. ഇങ്ങനെ ജീവൻ ഒടുക്കുന്ന ഈയാമ്പാറ്റകളാണ്. പക്ഷെ ഇവരെ പേരെന്താണ്, ഇൻഫ്ലുവൻസർ. സത്യം പറഞ്ഞാൽ ഇവർ എന്ത് ഇൻഫ്ലുവൻസിങ് ആണ് സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളത്, ബാഡ് ഇൻഫ്ലുവൻസിങ് ആണ്. ഈ മെഹനാസിൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നൊരു പേര്, ഇന്നും ആ പേര് റിഫ. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹ്. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വേദന ഉണ്ടാക്കിയ, എത്ര കാണുമ്പോഴും ഇപ്പോഴും ഒരു നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയാണ്. ഇന്നും റിഫയുടെ പേര് ഓർക്കുന്നവരുണ്ടാവും. ഈ ഒരു വീഡിയോ കാണുന്നവർക്കറിയാം. റിഫ ഒരു പാവം പെൺകുട്ടി, ഇവൻ്റെ കൂടെ ജീവിച്ച അപ്പോഴും ഈ ഒരു റിഫ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ ഭർത്താവിന് ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ആരെയും ജഡ്ജ്മെൻ്റ് ചെയ്യല്ല കേട്ടോ. ഇനി ഓനക്കും ഇങ്ങോട്ടും പറയാണ്ടാവും. ഓനിപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്തതാണ്. ഇവരുടെ ഈ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ ഒരു മോട്ടിവേഷന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കൊള്ളരുത്. ഫിലിപ്പ് മമ്പാട്, അയാളൊക്കെ വോയിസുകൾ പുറത്തു വന്നു. അയാളൊക്കെ നമ്മൾ കരുതുന്ന ഈ കാണിക്കണതൊന്നും അല്ലടോ ലൈഫ്. കൊള്ളരുതാത്ത ആൾക്കാരാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. സംസാരിക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഭയങ്കര എന്താ ക്ലാസ്, എന്താ ഓൻ്റെ ഇതന്നെയാണ് ഇവരെയുള്ളത്. ഒക്കെ ലക്ഷ്യം എത്ര ഉള്ളൂ എന്നറിയോ, എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറിപ്പറ്റുക, എന്നിട്ട് തൻ്റെ സ്വകാര്യത മുഴുവനും വിളിച്ചു പറഞ്ഞിട്ട് അതിലൂടെ, ഇതാണ് ഇൻഫ്ലുവൻസിങ്. ഇതേ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ ഒരു പക്ഷേ വീഡിയോ കാണുന്നവരുടെ മക്കളൊക്കെ ചെറിയ സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലത് ഉപയോഗപ്പെടുത്തുക. നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസിങ് ചെയ്യണം പോസിറ്റീവായിട്ട്. എന്തായാലും എനിക്ക് ഈ പെൺകുട്ടി ഒളിച്ചോടി എന്ന് ഇങ്ങനെ ഇവൻ്റെ കൂടെ പോയി എന്ന് എനിക്ക് വിശ്വാസമല്ല. ഒരു പക്ഷേ ഇവൻ്റെ അക്രമം സഹിക്കാൻ പറ്റാതെ, പീഡനം സഹിക്കാൻ പറ്റാതെ സഫ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറി നിന്നിട്ടുണ്ടാവും. മാറി നിന്നതിനെ ഇവൻ എന്ത് പറയാണ്, ഒളിച്ചോടിപ്പോയി. ഇതൊക്കെ ഇവരെ സ്വകാര്യ ലൈഫാണ്. നമ്മളിപ്പോൾ അതിന് വിശദീകരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞാനത് വിശദീകരിക്കേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ളൊരു ലോകം, ഒരു പാരലൽ ഇൻഫ്ലുവൻസിങ് ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിലാണ് നമ്മുടെ മക്കളും നമ്മുടെ വീട്ടമ്മമാരും ഉമ്മമാരും താത്താരൊക്കെ പോയി കാണുന്നത്. അപ്പോൾ ഇതിൽ പോയി ചാടണ്ടെന്ന് പറയാൻ അവയർനെസ് ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ആരും ചോദിക്കും, ഇയാൾ എന്തിനിപ്പോൾ ഇവരുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ എന്താ? ഞാൻ ഇപ്പം ഇന്നലെ വേറെ നല്ല വീഡിയോ ഇട്ടല്ലോ, വിശുദ്ധ കഅബയുടെ മുൻപിലുള്ള മത്താഫിൻ്റെ തണുപ്പ് വരാൻ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് അതൊന്നും കാണണ്ട. ആളുകൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടാൽ അതുകൊണ്ട് ഇടുന്നൊന്നല്ല ഞാൻ ഇട്ട. ആളുകൾക്ക് ഇത് കണ്ടാൽ മതി എന്നല്ല, ആളുകൾ കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു സബ്ജക്റ്റിന് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഇടുന്നത്. അത് ആളുകൾ കണ്ടാലും ഇല്ലെങ്കിലും നമ്മളതിടും. അപ്പോൾ ഇതൊരു അവയർനെസ് ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടുന്നും ഒളിച്ചോടി പോയെന്ന് കേൾക്കാം. ഇതിങ്ങനെ ഓടാനും അല്ല, ഇവർ നല്ല താരങ്ങളാവില്ല, സ്പോർട്സ് താരങ്ങളായിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു മെഡൽ നേടിന. അങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യം, ഞാനിവിടെ ഒരു കുബ്ബയുടെ ഫോട്ടോ കാണിച്ചു തരാം. പച്ച നിറത്തിലുള്ള അതിമനോഹരമായ കുബ്ബ.
ഇതേത് പള്ളിയുടെ കുബ്ബയാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു കുബ്ബക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇതിന് പച്ച കളറാണ്. അതിന് മുൻപ് ഇതിന് കളറേ ഉണ്ടായിരുന്നില്ല. വെള്ള കളറ്, സിൽവർ കളറ്, ഇങ്ങനെ പല കളറും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു കുബ്ബയുടെ കളറ് പച്ച തന്നെയാണ്. ഏത് പള്ളിയുടെ കുബ്ബയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഇത്രയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.